ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നൊരു അവധി ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്നാൽ വിചാരിച്ചു ഡേ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് പല്ലൊക്കെ തെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണേ. അപ്പോൾ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ. മറ്റൊരാരും എണീറ്റില്ല കേട്ടോ, ഞാൻ മാത്രമേ എണീറ്റിട്ടുള്ളൂ. മീനായിട്ടപ്പം ഇന്നലെ വന്നിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ വാർത്തയൊക്കെ കേട്ടിട്ട് ഇരിക്കുന്ന കേട്ടോ. ഞാൻ കുറച്ച് നേരം വാർത്ത കേൾക്കുവേ. അപ്പോൾ അങ്ങനെ വിചാരിച്ച് പുട്ടുണ്ടാക്കാമെന്ന്. അങ്ങനെ പുട്ടിന് ഞാൻ അജ്മീൻ്റെ പുട്ടുപൊടി കേട്ടോ, അതൊക്കെ ഇട്ട് അതിൽ മറ്റേ വെള്ളം, ഞാൻ ചൂടുവെള്ളം ഉപയോഗിക്കില്ല, തണുത്ത വെള്ളം തന്നെയാണ് ഇട്ടത്. അങ്ങനെ പൊടിയിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ പുട്ടിന് കുഴച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പുട്ടിന് കുഴച്ചിട്ട് എന്താപ്പോൾ കറി ഉണ്ടാക്കാൻ വിചാരിച്ച് നോക്കിയാൽ ഫ്രിഡ്ജിൽ ചിക്കനാണുള്ളത് കേട്ടോ. അങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ പുട്ടും ചിക്കൻ കറി നല്ല കോമ്പിനേഷനല്ലേ. അപ്പോൾ അതാനൊക്കെ കുട്ടി എനിക്ക് ഉള്ളി അരിഞ്ഞ് തരുന്നുണ്ട്. അപ്പോൾ തൊട്ടപ്പുറത്ത് ഞാൻ ഉച്ചക്കൊക്കെ പൊരിക്കാനുള്ള ചിക്കന് വെച്ചിട്ടുണ്ട്. 2 കാലുണ്ട്, കുട്ടികൾക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ആക്കി. അപ്പോൾ ഉള്ളി അവിടെ കാട്ടുന്നുണ്ട്. അപ്പോൾ ഞാനിതട്ടാ കുത്തി പുറത്ത് അടിക്കാട്ടോ. ഇവനാണെങ്കിൽ വരുന്നുമില്ല, ഞാൻ ചടൂല എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നതാണേ പുട്ട്. ഞാനിട്ടിട്ട് കുറേ കുത്തുന്നുണ്ട് കേട്ടോ, അങ്ങനെ കുറേ ഇളക്കുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല, അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് വരുന്നില്ല. ഈ മാവ് കുഴച്ചതിൽ വെള്ളം കൂടി പോയൊന്നും അറിയില്ല കേട്ടോ. അങ്ങനെ ഞാൻ ഇതിന് കുത്തി പുറത്താക്കിയിട്ടുണ്ട് പുട്ട്. അങ്ങനെ അതായി. ചിക്കൻ കറി ഒരു സ്ഥലത്താവുന്നുണ്ടായിരുന്നു. അങ്ങനെ പുട്ടും ചിക്കൻ കറി എല്ലാവരും കൂടി ഒരുമിച്ച് ഇരുന്നിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ ഞാനെന്താ നന്നായിട്ട് വേർക്കുന്നുണ്ട് അടുക്കളയിൽ നിന്ന് വന്നിട്ട്. അപ്പോൾ ഏലക്കായ ചായയാണ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടോന് ഞാൻ വാരി കൊടുക്കുന്നതാണ് കേട്ടോ. ഏലക്കായ നല്ല ചൂട്, ഏലക്കായ മൊത്തം ഉണ്ടായിക്കണ്ട് ഒഴിച്ചപ്പോൾ പോകുന്നതിനെ. അപ്പോൾ ഞാൻ ഉച്ചക്കുള്ള പരിപാടികൾ നോക്കുന്നതാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ ഉള്ളടിച്ച് വരുന്നുണ്ട്, അലക്കാനുള്ള വാഷിംഗ് മെഷീനിൽ ഇടുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലേ. അങ്ങനെ അപ്പോൾ ഞാൻ കായം പറ്റി വെച്ചിട്ടുള്ള ചിക്കൻ മറന്നുപോയതാണ്. ചിക്കൻ പൊരിക്കാൻ വെച്ചാൽ 2 കാലിലൊന്ന് അനികക്ക് വന്നിട്ട് ഓട്ടുവാനാണ് കേട്ടോ. അത് പ്രത്യേകം ആ ചിക്കൻ വെട്ടുന്ന ആളോട് പ്രത്യേകം ടോട്ട് പോയി പറഞ്ഞു ചിക്കൻ വേണം, കാല് വേണം. അങ്ങനെ അതവിടെ ഒരു തലക്കന്ന് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ ഫ്രൈ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ക്യാബേജ്, ആ സമയം കൊണ്ട് ക്യാബേജും പിന്നെ പയറും കൂടിയിട്ട് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു. അപ്പോൾ അത് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചെന്നാൽ പരിപ്പും വെള്ളരിയും ഇതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അതാക്കൂലേ. അതിനകത്ത് മീനാട്ടം കുറച്ച് വലിയ ചെമ്മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെമ്മീൻ ഇതേപോലെ അങ്ങനെ പൊരിച്ചെടുക്കുകയും ചെയ്തു. അങ്ങനത്തെ കറിയായി, ചെമ്മീനായി, ഉപ്പേരിയായി, സലാഡും ഉണ്ടായിരുന്നു. അങ്ങനെ ചോറും ഉച്ചക്കറി ഇതൊക്കെ ഉണ്ടാക്കി വന്നപ്പോഴത്തേന് അത്ര സമയമായിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും ഉച്ചക്ക് ഇട്ടാൽ കുറച്ചെല്ലാം ആവശ്യമാക്കി. ഞാൻ തീറ്റ ടോട്ടോ ഞാൻ വാരി കൊടുത്തു. അതല്ല ടോട്ടോ സ്വന്തമായിട്ട് വാരി കൊടുത്തു. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ. ആ ചോറിന് ടോട്ടോനെ കാല് പോയേ. ചോറുണ്ട് കഴിഞ്ഞാൽ വിശ്രമം ഉറപ്പല്ല. അപ്പോൾ ഞങ്ങൾ സിനിമ കാണുന്നുണ്ടോ, എനിക്കത് ചെരിഞ്ഞിക്കണം. അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഉമ്മത്തൊക്കെ പോയിട്ട് ഇരിക്കുന്നതാണ്. അപ്പോൾ ടോട്ട് പാവട്ടോ, എനിക്ക് അടിച്ചു വരി തരാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ തലയിൽ വെയിലുള്ളിൽ തന്നെ കെട്ടൂലേ, ഇതിനകത്തോടെ നിന്ന് നഖം പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ അടിച്ചു വരുന്നതാണ്. നല്ല അസറായിട്ട് അടിച്ചിട്ട് പിന്നെ കണ്ടേക്കനെ അയ്യാന്ന് പറഞ്ഞിട്ട് നാണം കൊണ്ട് വന്നു. പിന്നെ അച്ഛനതാ കെട്ടി കൊടുക്കുന്നു. ഈ ഒരു വീഡിയോ ഉണ്ടല്ലേ, അത് പറഞ്ഞ് ടോട്ടൂൻ്റെ തലയിൽ മീനാട്ടിനെ കെട്ടിക്കൊടുത്തുന്നു. അപ്പം ഞാൻ പായസമാക്കിനെ മക്കൾക്ക് പാലട പ്രഥമനല്ല പാലട പായസം കുറച്ച് കുടിച്ചോട്ടെ, എനിക്ക് മധുരത വാങ്ങിയിട്ട്. അങ്ങനെ ബീച്ചിലാട്ടെ നമ്മൾ പോയത്. ബീച്ചിൽ പോയിട്ട് മുഴപ്പിലങ്ങാട് ബീച്ചിലാണ് പോയത്. എന്നത്തെയും പോലെ തന്നെ അവിടെ പോയി. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച കളിപ്പാട്ടൊക്കെ എടുത്തിട്ട് ടോട്ട് പ്രാവശ്യം പോയിക്കണം. അങ്ങനെ അവിടെ പോയി ഞാൻ കളിക്കാൻ കൂടിക്കണേ. ഞാനവിടെ നിലത്തിരുന്ന് കളിക്കുന്നുണ്ടേ. മക്കളപ്പം ഓരോന്നുണ്ടാക്കിയിട്ട് ഞാനും കളിച്ചിട്ട് മേലാകെ മണലാട്ടം കളിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ കഴിച്ച്. പിന്നെ ബീച്ചിൽ പോകുമ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല, എന്തെങ്കിലും കഴിച്ചിട്ടില്ലെങ്കിൽ അതൊരു പ്രശ്നമാണെന്നുള്ളത്. അങ്ങനെ വീണ്ടും നമ്മൾ കടമുട്ടയും പഴംപൊരി, അങ്ങനെ ഈ പഴംപൊരി കഴിക്കുന്നതോടെ ഈ വീഡിയോസിന് എൻഡിങ് ആവുന്നു.